ദേവി കോപിച്ചാൽ ദോഷമുണ്ടാകുമോ എന്നൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ കുലദേവത കാവുകൾ സംരക്ഷിക്കേണ്ടത് എങ്ങനെ എന്നാണ് ചോദ്യത്തിന്റെ പ്രധാന ഭാവം. കുലദേവത കാവുകൾ സംരക്ഷിക്കേണ്ടത് എപ്രകാരം? അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ കുലത്തെ കാത്തുരക്ഷിക്കുന്ന ദേവതയാണ് കുലദേവത. നമ്മളുടെ തലമുറകൾക്ക് മുമ്പ് ഏതെങ്കിലും പൂർവികർ, ആ പൂർവികരിൽ ഏതെങ്കിലും ഒരാൾ ഒരു തപസ്വിയോ ഉപാസകനോ ആയിരുന്നിരിക്കുകയും ആ വ്യക്തി ദീർഘകാലം ആരാധനയും ഭജനയും ഉപാസനയും നടത്തി ഒടുവിൽ താൻ ദീർഘകാലം ഉപാസിച്ച ആ ദേവതാഭാവത്തെ എവിടെയെങ്കിലും കുടിയിരുത്തണമെന്നുള്ള തോന്നലുണ്ടായതിൻ്റെ ഫലമായിട്ട് ഒരു പ്രതിഷ്ഠാരൂപത്തിൽ സ്ഥാപിക്കുകയും ചെയ്താൽ അത് നമ്മുടെ കുലദേവതയായിട്ട് മാറും. പിന്നെ ആ വ്യക്തിയുടെ കാലം കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു യോഗീശ്വരനോ ഗുരുക്കളോ ഒക്കെ ആയിട്ട് ആ കുലദേവതയുടെ അനുയായിയായി അവിടെ തന്നെ കുടിയിരുത്തപ്പെടുകയും ആ വംശം ആ ദേവതയെ കാലാകാലങ്ങളിൽ വിധിപ്രകാരം ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് പൂജയും ആരാധനയും മറ്റ് കർമ്മങ്ങളും നടത്തി മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ അത് അവരുടെ കുലദേവതയായി മാറുന്നു. എല്ലാ ദേവതമാരിലും വെച്ച് ഏറ്റവും പ്രധാനം കുലദേവതയാണ്. നിങ്ങളുടെ കുടുംബത്തിന് ഒരു കുലദേവത അല്ലെങ്കിൽ പരദേവത ഉണ്ടെങ്കിൽ മറ്റൊരു ദേവതാ സങ്കല്പത്തിലും നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ കുലദേവതയിൽ വിധിപ്രകാരമുള്ള ആരാധനകൾ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പൊ കുലദേവത കാവുകൾ സംരക്ഷിക്കുകയും അവിടുത്തെ അനുഷ്ഠാനങ്ങൾ വേണ്ട രീതിയിൽ നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. ഒന്ന്, ഈ കുലദേവത കാവുകൾ സ്ഥാപിക്കുമ്പോൾ അതിനൊരു ചിട്ട നിശ്ചയിക്കും. ക്ഷേത്രങ്ങൾക്ക് അത് പടിത്തരമെന്ന് പറയും. ക്ഷേത്രമാകാതെ കാവുകളായിട്ട് കിടക്കുന്നവയ്ക്കും ഒരു സമ്പ്രദായം നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. മാസത്തിൽ ഒരു ദിവസം ഭരണി അല്ലെങ്കിൽ അവിടുത്തെ പ്രതിഷ്ഠാ ദിനം ഒരു നിശ്ചിത നാളായിരിക്കും, അല്ലെങ്കിൽ ഒരു പൗർണമി ദിവസമായിരിക്കും. അന്ന് തുറന്ന് നിവേദ്യമുണ്ടാക്കി വിധിപ്രകാരം ഒരു പൂജ നടത്തിക്കൊള്ളാം എന്നുള്ള സങ്കല്പം കാണും. അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും പൂജ എന്നുള്ള ഒരു വിധാനം കാണും. അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഒരു ക്രമം ആവിഷ്കരിച്ചിട്ടുണ്ടാകും. അതാത് ക്രമം തെറ്റാതെ കൃത്യമായി അവിടെ പൂജ നടക്കുന്നുണ്ടോ, പരിശുദ്ധവും ഭംഗിയുമായി നേദ്യം തയ്യാർ ചെയ്ത് നിവേദിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചുകൊള്ളണം. അവിടെ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളാണോ നടക്കുന്നത്? അവിടെ ചെയ്യാൻ ആദിമകാലത്ത് പറയപ്പെട്ടിരിക്കുന്ന വഴിപാടുകളും പൂജകളും കർമ്മങ്ങളുമാണോ ഇപ്പോഴും നടക്കുന്നത്? തുടക്കത്തിൽ അവിടെ ഇല്ലാതിരുന്ന പുതിയ കാര്യങ്ങൾ വല്ലതും അവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? നേരത്തെ അവിടെ ഉണ്ടായിരുന്നത് വല്ലതും ഒരു കാരണവും കൂടാതെ ഒഴിവാക്കിയിട്ടുണ്ടോ? അവിടുത്തെ രീതികളിൽ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടോ? ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം. പഴയ ആൾക്കാരിൽ നിന്നും പണ്ട് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചറിഞ്ഞ് വസ്തുതകളെല്ലാം ഗ്രഹിച്ച് എങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സൂക്ഷ്മമായിട്ട് അറിയുകയാണ് ആദ്യം വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് അവിടുത്തെ ഈശ്വരാനുഗ്രഹത്തിലും ദേവചൈതന്യഭാവത്തിലുമൊക്കെ എന്തെങ്കിലും സംശയങ്ങളോ അസ്വസ്ഥതകളോ തോന്നുന്നുണ്ടെങ്കിൽ വിധിപ്രകാരം വ്യക്തമായി ഒരു താമ്പൂല രാശി പ്രശ്നം നോക്കി വിവരമറിയാവുന്നതാണ്. അഷ്ടമംഗല ഭാവത്തിൽ തർക്കവിതർക്കങ്ങളൊന്നുമില്ലാതെ ലഘുവായി നടത്തപ്പെടുന്ന സാമാന്യമായ എന്നാൽ വളരെ കൃത്യവും സൂക്ഷ്മവുമായ ഒരു പ്രശ്നവിധാനമാണ് താമ്പൂല പ്രശ്നം. ആ താമ്പൂല രാശി ചിന്തിച്ച് അവിടുത്തെ ദേവചൈതന്യ ഭാവം ഇപ്പോഴെങ്ങനെയുണ്ടെന്ന് അറിഞ്ഞ് വിധിപ്രകാരം വേണ്ടത് ചെയ്യുക.